ുന്നതിന് മുൻപ് ആ കൈ വെട്ടി നടുറോട്ടിൽ വലിച്ചെറിയുമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ യോഗം ചേരുന്നത്. അത് പറയുന്നത് അഹങ്കാരം കൊണ്ടല്ല, ധിക്കാരം കൊണ്ടല്ല. ഈ രാജ്യം അനുശാസിക്കുന്ന, ഈ നാട് അനുശാസിച്ചിട്ടുള്ള ഈ നാട്ടിലെ നിയമം, ആ നിയമം ഒരു ഓർഡർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വന്തം തൊഴിലാളികളെ വെച്ചുകൊണ്ട് തന്റെ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ സിമന്റ് ഇറക്കാം, അതിന് പ്രകാശന അവകാശമുണ്ട് എന്ന ഒരു ഓർഡർ കോടതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ കോടതി വിധി കുളപ്പുള്ളിയിൽ നടപ്പിലാക്കും എന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ യോഗം ചെയ്യുന്നത്. അതിനുള്ള പിന്തുണ ഞങ്ങൾ നൽകും. ആ പിന്തുണ കേരളത്തിലെയും പാലക്കാട് ജില്ലയിലെ ഓരോ വ്യാപാരിയും ഈ സംഘടനയിൽ അണിചേർന്നിട്ടുള്ള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കീഴിൽ പ്രകാശേട്ടന് കോടതി അനുവദിച്ചിട്ടുള്ള ആ നീതി അത് നടപ്പിലാക്കുന്നതുവരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒത്തുചേരുന്നത്. എന്താണ് തൊഴിലാളി യൂണിയന്റെ വാദം? തൊഴിലാളി യൂണിയൻ പറയുകയാണ്, ഈ മെഷീൻ അത് പ്രവർത്തിക്കണമെങ്കിൽ 5 ആളുകൾ വേണം. ഇതൊരു മെഷീനേയല്ല, ഇതൊരു മെഷീനേയല്ല. എന്താ അവർ പറയുന്ന വാദം? ആ മെഷീനിലേക്ക് ഈ സാധനം ഒന്ന് ഇട്ടുകൊടുക്കാൻ ആൾ വേണം. അതിനാണ് കോടതി ഉപയോഗിച്ചൊരു ഭാഷയുണ്ട്, ആ മെഷീനിന്റെ ഓപ്പറേറ്റർ മതി. നമ്മൾ നടത്തിയ ചർച്ചയിൽ ഹമീദ് ഉന്നയിച്ചൊരു വാദമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്തിൽ നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു. പക്ഷേ ഞാനും നിങ്ങളും ടിവിയിൽ കണ്ടു, ആ പേടകം അത് ക്രൈ മെഷീനിൽ അത് കൊളുത്താനുള്ള ആള് അത് ചുമട്ടുതൊഴിലാളി വേണമെന്നാ. വെറുതെയല്ല നിങ്ങൾ വളരാത്തത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ചുമട്ടുതൊഴിലാളികൾ വളരാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങൾക്ക് കാലത്തിന്റെ ഗതിവേഗത്തിനോടൊപ്പം നിൽക്കാൻ കഴിയുകയില്ല. ഈ നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങളെ നിങ്ങൾക്കറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കമ്പ്യൂട്ടറിനെ എതിർത്തത്, അതുകൊണ്ടാണല്ലോ ട്രാക്ടറിനെതിരെ സമരം ചെയ്തത്. അന്നും നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു, തൊഴിലുകൾ നിഷേധിക്കുന്നു. അതേ വാദം കുളപ്പുള്ളിയിലും നിങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ നിങ്ങൾ കിണറ്റിലെ വെറും തവളകൾ മാത്രമാണ് എന്ന് ഈ പൊതുസമൂഹം നിങ്ങളുടെ മുഖത്ത് കരിവാരി എറിഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. കാലത്തിന് വേഗതയിൽ അതിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത ആളുകൾ, ഈ നാടിന്റെ വികസനത്തെയും വേഗത്തെയും പുറകോട്ട് വലിക്കുന്നവർ, അവർക്കെതിരെ ഞങ്ങൾക്ക് ശബ്ദമുയർത്തേണ്ടി വരും. അവർക്കെതിരെ ഞങ്ങൾക്ക് തെരുവിൽ ഇത് വിളിച്ചു പറയേണ്ടി വരും. ഈ യാഥാർത്ഥ്യം അത് പറയുമ്പോ ഞങ്ങൾ ബൂർഷാസികളാണ്, ഞങ്ങൾ വലിയ സമ്പന്നരാണ്.